കൊല്ലം തേവലക്കരയിൽ സംഭവം ഇപ്പോൾ വാർത്ത എല്ലായിടത്തും അറിഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എങ്കിലും എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ സംശയം വന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ യാതൊരു പിന്നെ തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ KSEBയുടെ ഭാഗത്ത് എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ഈ ഷെഡ് നിർമ്മിച്ചത് ആരാണ്, ഷെഡിന് ആരെങ്കിലും സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെ ഈ കുഞ്ഞ് അതിൻ്റെ മുകളിൽ ആ ലൈൻ ഇലക്ട്രിക് ലൈനകത്ത് വന്ന് പെട്ടു, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് നിലവിൽ ആ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കോൺഗ്രസ് അതുപോലെ BJP പ്രവർത്തകർ വൻ ഒരു പ്രതിഷേധം അവിടെ നടത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്താ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും അത് സർക്കാർ സ്കൂളല്ല, മാനേജ്മെൻറ്റ് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളല്ല. അപ്പോൾ ഈ സ്കൂളിൽ നിലവിൽ ഏതാണ്ട് 40 വർഷമായിട്ട് ഈ കളിക്കുന്ന കളിസ്ഥലം, അതായത് സ്കൂളിൻ്റെ ഉൾഭാഗത്ത് ആ കളിക്കുന്ന കളിസ്ഥലത്തിന് മുകളിലൂടെയാണ് ഈ ഇലക്ട്രിക് ലൈൻ പോകുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നത് 40 വർഷങ്ങൾക്ക് മുൻപെയാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു 8 വർഷത്തിന് മുമ്പ് അവിടെ ഒരു സൈക്കിൾ ഷെഡ്, ഒരു ഷെഡ് തകരത്തിൻ്റെ ഷീറ്റാണ് മുകളിൽ അടിച്ചിരിക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളുടെ സൈക്കിൾ ഇതൊക്കെ വയ്ക്കാനായിട്ട് ചെയ്തു. ഓക്കെ, ഇതിന് വേണ്ടത്ര രീതിയിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ലൈൻ അവിടെ പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ, ഇതൊന്നും ഇവർക്ക് ചിന്തിക്കാനോ ഒന്നും ഒരു സാമാന്യ ബോധമില്ലാത്ത ആ അധ്യാപകർ, അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ബുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം നടക്കില്ല. 8 വർഷം മുമ്പാണ് ആ ഒരു സൈക്കിൾ ഷെഡ് നിർമ്മിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് KSEBയുടെ അനുമതി തേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അനുമതി തേടിയില്ല, അവരനുമതി കൊടുത്തിട്ടില്ല, അവരുടെ അടുത്ത് യാതൊരു ബന്ധവും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ലൈൻ വലിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞത് അതിനകത്ത് സ്ലീവ്, അതായത് ലൈൻ ഡയറക്റ്റായിട്ട് പോവാണ്, അതിനകത്ത് സ്ലീവ് ഇടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് അന്ന് അവർ ഉറപ്പ് കൊടുത്തത് സ്കൂൾ അധികൃതർ. പക്ഷെ അതൊന്നും അവിടെ ചെയ്തിട്ടില്ല. അതിന് ശേഷമാണ് ഇപ്പം സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. സൈക്കിൾ ഷെഡിലൂടെയാണ് ആ ചെരുപ്പെടുക്കാനായിട്ട് നടന്നു പോകുന്ന വഴിക്കാണ് തെന്നി ആ ഇലക്ട്രിക് ലൈനിലേക്ക് വീഴുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു സൈക്കിൾ ഷെഡ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കുഞ്ഞാൻ്റെ മുകളിൽ കയറത്തില്ല. കാരണം അവിടെ ഫുൾ എംപ്റ്റി ആയി കാലിയായിട്ട് കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ സ്കൂളിനകത്ത് ക്ലാസ് റൂമിലൂടെ ജനൽ പടി വഴി അകത്തുകൂടെ കയറി ഈ ഷീറ്റിനകത്തൂടെ നടന്നാണ് ഈ ചെരുപ്പെടുക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ആ ഇലക്ട്രിക് ലൈനിനകത്ത് എന്തുകൊണ്ട് വേണ്ടത്ര ഒരു സ്ലീവോ അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ് ഗാർഡോ ചെയ്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ ലൈൻ അത്രയും ഡേഞ്ചറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഭൂമിക്കടിയിലൂടെ ഒരു കേബിള് അതിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല? അതായത് ആ പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് പോകുന്ന ലൈൻ വരെ ഒരു കേബിൾ ഇട്ടാൽ മതിയല്ലോ. 2 സൈഡിൽ 2 പാനൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ജീവന്റെ വില ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, മരണം സംഭവിച്ചതിന് ശേഷമാണ്. ഏത് സമയത്ത് അവിടെ മരണം സംഭവിക്കാവുന്ന ആ രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ആ സൈക്കിൾ ഷെഡിന്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അപാകതകളിൽ തന്നെയാണ് ആ കുഞ്ഞിന് മരണം സംഭവിക്കാനുള്ള ഇട വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ രീതിയിൽ ആ ഒരു മരണം സംഭവിക്കാൻ ഇടയുണ്ടായ ആ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചവരെയും ആ KSEBയുടെ ഉത്തരവ് വാങ്ങാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും കൃത്യമായിട്ട് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. ഇപ്പോൾ ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പറഞ്ഞിരിക്കുന്നത് ആ സ്കൂൾ അടച്ചു പൂട്ടുമെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സ്കൂൾ പൂട്ടിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് 1-2 മണിക്കൂറായി ഇപ്പോൾ ആകുന്നുള്ളൂ. എന്ത് തന്നെയായാലും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം.